പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ അങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് പറയുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. അത്യുന്നത ശക്തിയാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളിൽ സംഭവിക്കുവാൻ, അങ്ങയുടെ വചനം അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ സ്വീകരിക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ. അങ്ങയുടെ തിരുവചനത്തിങ്കിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളെ തന്നെ ദാസനെ പോലെ ദാസിയെ പോലെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ഈ സമയം നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. ഒരു ദിവസം കൂടി കർത്താവ് നൽകി. ഈ സമയം കർത്താവ് നമുക്കതിനു വേണ്ടി അനുവദിച്ചു തന്നു. നന്ദിയോടെ നമുക്ക് കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള താല്പര്യത്തോടും ദാഹത്തോടും കൂടെ നമുക്ക് കർത്താവിങ്കിലായിരിക്കാം. ഒരുക്കമുള്ള ഹൃദയത്തിലാണല്ലോ പ്രിയപ്പെട്ട മക്കളെ വചനം 30 മേനി 60 മേനി 100 മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കുക. ഒരുക്കത്തോടും ദാഹത്തോടും കൂടെ ഈ സമയം കർത്താവിങ്കൽ നമുക്കായിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം നമ്മുടെ ഇങ്ങനെ വായിക്കുകയാണ്. അത്താഴ സമയത്ത് പിശാച് ശെമയോൻ്റെ പുത്രനായ യൂദാസ് കറിയാത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിപ്പിച്ചു. ഒരു വലിയൊരു സംഭവം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് പറയുകയാണ്. തോന്നലുകൾ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ജീവിതങ്ങളെ തകർച്ചയിലേക്കും നാശത്തിലേക്കും നയിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് തോന്നലുകൾ. ഇവിടെ നമുക്കറിയാം പശ്ചാത്തലം. അന്ത്യത്താഴ സമയം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ അവിടെ യേശുവിൻ്റെ വിടവാങ്ങൽ സംഭാഷണമാണ്. അവിടെ നാം വായിക്കുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ ഈശോ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നു, അവരോട് കൂടെ ഭക്ഷിക്കുന്നു, അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ആ പരിശുദ്ധമായ സമയത്ത്, യേശു കൂടെയുള്ള സമയത്ത്, ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ ഈ യൂദാസ് കറിയാത്തായുടെ മനസ്സിലേക്ക് പിശാച് കടന്നു വന്നിട്ട് തോന്നിപ്പിക്കുകയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ. എന്ത് വിരോധാഭാസമാണെന്ന് തോന്നിക്കുക പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, മനുഷ്യൻ്റെ മനസ്സിലേക്ക് എപ്പോഴും എവിടെയും കടന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ് പിശാച്, അവൻ്റെ ഇതുപോലുള്ള ചില തോന്നിപ്പിക്കലുകൾ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പല പല തോന്നലുകൾ കടന്നു വരും. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം, ബലിയർപ്പിക്കുമ്പോഴായിരിക്കാം, വചനം ശ്രവിക്കുമ്പോഴായിരിക്കാം, ജോലി ചെയ്യുമ്പോഴായിരിക്കാം, പഠിക്കുമ്പോഴായിരിക്കാം, എന്തുമാകട്ടെ തോന്നലുകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ശരിക്കും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം. എങ്ങനെ? ദൈവവചനത്തോട് ചേർത്ത് വെച്ച്, സ്വർഗത്തോട് ചേർത്ത് വെച്ച്, അതിൻ്റെ വരും വരായികളെ പരിശോധിച്ച് നമുക്കുണ്ടാകുന്ന തോന്നലുകളെ നമ്മൾ പരിശോധിക്കണം. ആദ്യ മാതാപിതാക്കളുടെ ചരിത്രം മുതൽ മാനവകുലത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിക്കോ. ഓരോരോ തോന്നലുകൾ അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു തകർത്തിട്ടുണ്ട്. ഹൗവ നമുക്കറിയാം, പിശാച് കടന്നു വന്നിട്ട് തോന്നിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞുകൊണ്ട് പറയണത്? ഈ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നോ മരിക്കത്തില്ല. അതും ഒരു തോന്നലായിരിക്കാം. എന്നാൽ ഈ തോന്നൽ വരുമ്പോൾ ഹൗവായ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ഒരു തോന്നലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പിശാച് ചില കാര്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് ദൈവം പറഞ്ഞതാണോ, ദൈവം പറഞ്ഞതിന് വിരുദ്ധമാണോ? അത് നമ്മൾ പരിശോധിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന സാത്താൻ അതിശക്തമായിട്ട് നമുക്കെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ വലിയൊരു ഇടപെടുന്ന മേഖലയാണ് തോന്നലുകൾ. ആ തോന്നലുകൾ ഉണ്ടാകും, അവൻ തോന്നലുകൾ വരുത്തും, അവൻ തോന്നിപ്പിക്കും. അവിടെ നമ്മൾ ഈ തോന്നലുകളെ
നന്നായിട്ട് പരിശോധിക്കണം. നമുക്കറിയാം, യൂദാസിൻ്റെ മനസ്സിൽ തോന്നലുണ്ടായി, അവൻ അപ്പക്കഷ്ണം വാങ്ങി ഭക്ഷിച്ചു. ആ തോന്നലിനെ അവഗണിക്കാൻ പറ്റാത്തത് കൊണ്ട്, ആ തോന്നലിന് അവന് വിട്ടുകൊടുത്തത് കൊണ്ട്, അവൻ ഈ കൂട്ടായ്മ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ പിശാച് അവൻ്റെ ഉള്ളിലേക്ക് കയറി. ആ സാത്താൻ, ആ പിശാച് അവനെ കൊണ്ടുപോയത് എന്തിലേക്കൊക്കെയാണെന്ന് നമുക്കറിയാം. യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആ യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ ആ പിശാച് അവനെ കൂടുതൽ കഠിനഹൃദയനാക്കി. ഈശോ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ ഒറ്റിക്കൊടുക്കുന്നേ എന്ന് പറയുമ്പോഴും യാതൊരു മനസാന്തരമില്ല, യാതൊരു കരുണയുമില്ല. അതിനുശേഷം അവസാനം ഈ പിശാച് അവനെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ച അവസ്ഥകൾ നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പല പല തോന്നലുകൾ കടന്നു വരുമ്പോൾ അതിനെ നന്നായിട്ട് പരിശോധിച്ച് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. പഴയ നിയമത്തിൽ നമുക്കറിയാം ദാവീദിൻ്റെ സംഭവം. 1 ദിനവൃത്താന്തത്തിൽ 21 അധ്യായം 1 തിരുവചനം. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, സാത്താൻ, പിശാച് ഇസ്രായേലിനെതിരെ ഉണർന്ന് ജനസംഖ്യ എടുക്കുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ഭയങ്കര സംഭവമാണ്. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ദാവീദിനെ കൊണ്ട് ജനസംഖ്യ എടുപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ജനസംഖ്യ എടുക്കൽ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ജനത്തെ ദൈവം ദാവീദിനെ ഭരമേൽപ്പിച്ചു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ജനത്തെ നയിക്കുക എന്നുള്ളത് മാത്രമാണ് ദാവീദിൻ്റെ കടമ. എന്നാൽ അഹങ്കാര നിമിത്തമോ എന്നറിയത്തില്ല പ്രിയപ്പെട്ട മക്കളെ, അതിനേക്കാൾ ഉപരി ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അച്ഛൻ പറയും, സാത്താൻ ഈ ദാവീദിനെ പ്രേരിപ്പിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ ഇസ്രായേലിന് എതിരെ ഉണർന്നു എന്ന്. നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ ജീവിതത്തിനെതിരെ, പൗരോഹിത്യത്തിനെതിരെ, സഭയ്ക്കെതിരെ, നമ്മുടെ മക്കൾക്കെതിരെ, നമ്മുടെ ജോലിക്കെതിരെ, നമ്മുടെ ബിസിനസ്സിനെതിരെ സാത്താൻ ഉണർന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തേക്കാം, ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കറിയാം, അവിടെ സർവ്വസൈനാധിപനായ യോവാബ് പറയുന്നുണ്ട്, അല്ലയോ രാജാവേ, ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമല്ലേ? ഈ ജനത്തിൻ്റെ കണക്കെന്തിനെടുക്കണം? ആ ജനസംഖ്യ എടുത്ത് ദൈവത്തെ വെറുതെ പ്രകോപിപ്പിക്കല്ലേ? യോവാബ് പലവട്ടം പറയുന്നുണ്ട്, ചെയ്യല്ലേ ചെയ്യല്ലേ ചെയ്യല്ലേ. കാരണം ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് യോവാബിനറിയാം. എന്നാൽ പിശാച് പ്രേരിപ്പിച്ചു. ദാവീദിനെ അതുപോലെ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ദാവീദ് പറയുന്നുണ്ട്, നീ കണക്കെടുക്ക്. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, യോവാബ് നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ജനസംഖ്യ എടുക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവസാനം നമുക്കറിയാം, ദൈവത്തിന് ദാവീദിൻ്റെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി. ഞാൻ ഇത്രമാത്രം ജനസംഖ്യയുള്ളവൻ്റെ ഒരു ജനസംഖ്യ, വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൻ്റെ രാജാവാണെന്നുള്ള അഹങ്കാരം എന്ന പോലെ ഈ ദാവീദിനെ സാത്താൻ അടിമപ്പെടുത്തുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, പിന്നീട് ദൈവമായ കർത്താവ് ഗാദ് പ്രവാചകനിലൂടെ ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഇഷ്ടപ്പെടാത്ത അവസ്ഥയിൽ ദാവീദിനോട് പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തി എനിക്ക് അനിഷ്ടകരമാകിയാൽ ഇതാ നിനക്ക് ഞാൻ 3 തിരഞ്ഞെടുപ്പുകൾ തരികയാണ്. ശിക്ഷയുടെ തിരഞ്ഞെടുപ്പുകൾ, 3 ശിക്ഷകൾ. എന്താണ്? 1, 3 വർഷത്തെ കഠിനമായ ക്ഷാമം. അതല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം, ശത്രുക്കളാൽ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന അവസ്ഥ. ഇനി അതുമല്ലെങ്കിൽ 3 ദിവസം കർത്താവിൻ്റെ ദൂതൻ നടത്തുന്ന സംഹാരം. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. നോർത്ത് നോക്കിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ, നല്ലപോലെ അഭിഷേകത്തിൽ, നല്ലപോലെ ശക്തിയിൽ, സമാധാനത്തിൽ പോയ ജനം, ആ ജനത്തിനെതിരെ സാത്താൻ ഉണർന്നു. ആരിലൂടെ? ദാവീദിലൂടെ. അഹങ്കരിക്കാനും സൈന്യബലത്തിൽ ആശ്രയിക്കാനും അംഗബലത്തിൽ ആശ്രയിക്കാനും ഇടപെടുത്തിയിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന വിധം ഈ ജനം, അല്ലെങ്കിൽ ഈ രാജാവ് ജനത്തിനിടയിൽ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ കടന്നു വരികയാണ്. അവസാനം ദാവീദ് തീരുമാനിച്ചു, 3 വർഷത്തെ ക്ഷാമം വേണ്ട, 3 മാസം ശത്രുക്കളാൽ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന അവസ്ഥ അതും വേണ്ട. ഇനി 3 ദിവസം കർത്താവിൻ്റെ ദൂതൻ്റെ സംഹാരം. ദാവീദ് പറയുന്നുണ്ട്, ശത്രു കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചേക്കാം. പശ്ചാത്താപത്തോടെ, കണ്ണുനീരോടെ, എളിമയോടെ ദൈവം പറഞ്ഞ 3-ൽ 3-ാമത്തെ
ആ ഒരു ശിക്ഷ ഏറ്റെടുക്കുക. നമ്മൾ അവിടെ കാണുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് കർത്താവിന് ദൂതൻ സംഹരിച്ചപ്പോൾ 70,000 പേരെ കൊന്നൊടുക്കി. 70,000 പേര് ഒറ്റ ദിവസം കൊണ്ട് വീണു. ആ സമയത്ത് ദാവീദ് പറയാ, ദൈവമേ, ഞാനല്ലേ പാപം ചെയ്തേ, ഞാനല്ലേ, എൻ്റെ കുടുംബമല്ലേ പാപം ചെയ്തേ, ഈ പാവപ്പെട്ട മക്കളെ ഇങ്ങനെ നശിപ്പിക്കല്ലേ. അങ്ങനെ ദാവീദ് ഇതാ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കരുണ അവിടെ വർഷിക്കപ്പെടുകയും കർത്താവിൻ്റെ കോപം ശമിക്കുകയും ചെയ്തപ്പോൾ ആ വലിയൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, സാത്താൻ്റെ പ്രവൃത്തികളെ നമ്മൾ ശരിക്കും തിരിച്ചറിയണം. സാത്താൻ പല വിധത്തിൽ പല മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാശം സംഭവിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും ചെയ്യും. അവിടെയൊക്കെ നമ്മൾ ഇരുന്ന് ധ്യാനിച്ച് മനസ്സിലാക്കി തീരുമാനം എടുക്കുമ്പോൾ അതിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിൻബലം നമുക്ക് വേണം. അത് ഇന്ന് സംഭവിച്ചു പോയ ദുരന്തമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഓരോരോ തോന്നലുകൾ വരുന്നു, സാത്താൻ പലതിനും നമ്മെ പ്രേരിപ്പിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ യൗസേപ്പ് പിതാവിന് ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ്. നമുക്കറിയാം സാഹചര്യമൊക്കെ. താൻ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന യുവതി, പരിശുദ്ധി അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സംഭവം കേൾക്കുക. ആ സമയത്ത് യൗസേപ്പ് പിതാവ് ആ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് മാതാവിനെ, മറിയത്തെ ഉപേക്ഷിക്കാൻ രഹസ്യമായിട്ട് തീരുമാനിച്ചു. അതൊരു തോന്നലാണ്. മാതാവിനെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ, മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ, അതാണ് സംഭവം, ഒരു തോന്നലുണ്ടായി. ആ തോന്നലിനെ വച്ചിട്ട് ആ തീരുമാനം എടുത്ത് അത് പ്രാവർത്തികമാക്കുകയല്ല യൗസേപ്പ് പിതാവ് ചെയ്തത്. പിന്നെയോ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ആലോചിച്ചു, ദൈവമേ, ഞാൻ നിൻ്റെ പൈതല, ദൈവമേ, ഞാൻ നിൻ്റെ മോന, ഈ ഒരു അവസ്ഥയാണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥ, ഞാനാകപ്പാടെ തകർന്നിരിക്കുക, ഞാൻ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് യൗസേപ്പ് പിതാവ് ആലോചിച്ചു കൊണ്ടിരുന്നു. ആ സമയത്താണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പ് പിതാവിനോട് പറഞ്ഞു, യൗസേപ്പ്, നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ തിരുഹിതം യൗസേപ്പ് പിതാവിന് അതിശക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. അവൻ നിദ്രയിൽ നിന്നുണർന്ന് തനിക്കുണ്ടായ തോന്നലിനെ അവഗണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ പോലെ പ്രവർത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ധ്യാന ശുശ്രൂഷയിലൂടെ കടന്നുപോയപ്പോൾ, അനേകം മക്കളെ പഠിച്ചപ്പോൾ, അനേകം പൗരോഹിത്യങ്ങളെ പഠിച്ചപ്പോൾ, അനേകം തകർന്നുപോയ ജീവിത സംഭവങ്ങളെ ഇരുന്ന് പഠിച്ചപ്പോൾ അച്ഛൻ കണ്ടെത്തിയ, നമ്മളും പലപ്പോഴും കണ്ടെത്തിയ വലിയ കാര്യങ്ങളാണ് പല തോന്നലുകളുടെ പിന്നാലെ പോയ അവസ്ഥ. കഴിഞ്ഞ ദിവസം അച്ഛനൊരു മകനെ കാണാനിടയായി. അവൻ അച്ഛനാകാൻ വേണ്ടി പഠിച്ച് ഡീക്കം പട്ടവും കഴിഞ്ഞ് പൗരോഹിത്യത്തിൻ്റെ വക്കിൽ എത്തി നിന്നപ്പോൾ അവനൊരു തോന്നൽ, വിട്ടുപോയേക്കാം, ഈ ജീവിതത്തിൽ എനിക്ക് പറ്റത്തില്ല, അങ്ങനെ അവൻ വിട്ടുപോയി. അതിനുശേഷം ഈ മകനെ ഇപ്പം കണ്ടെത്തിയപ്പോൾ അവൻ ആകപ്പാടെ തകർന്ന് സങ്കടത്തോടു കൂടി പറയുകയാണ്, ആ ഒരു തോന്നലിന് ഇറങ്ങിപ്പോന്നല്ലോ അച്ഛ, എനിക്കറിയാവുന്ന വ്യക്തിയാണ്, ഇറങ്ങിപ്പോന്നല്ലോ അച്ഛ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവൻ പറയാണ്, ഇന്ന് ഞാൻ കരയ്ക്ക് പിടിച്ച് ഇട്ട ഒരു മത്സ്യത്തെ പോലെയാണ്. ആകപ്പാടെ സങ്കടം, നഷ്ടബോധത്തിൻ്റെ ഒരു വേദന, നൊമ്പരം, പൗരോഹിത്യത്തിൻ്റെ മഹനീയമായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഈ മകനെ ഇപ്പോൾ അലട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തോന്നലുകൾ സാത്താൻ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കട്ടെ, പിശാച് പ്രേരിപ്പിച്ചു, പിശാച് തോന്നിപ്പിച്ചു, പിശാച് കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ആ സമയത്ത് പല തോന്നലുകളും വരും. യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ പല തോന്നലുകളും വരും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഓരോരോ തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ആ തോന്നലുകളെ ശരിക്കും പരിശോധിക്കണം. ഇപ്പോൾ ഒരു പ്രേമബന്ധം പഠിക്കുന്ന സമയത്ത് ഒരു പ്രേമബന്ധത്തിൻ്റെ തോന്നലുണ്ടാകുക സ്വാഭാവികമാണ്.
പക്ഷേ ചിന്തിക്കണം, ഈ പ്രേമബന്ധം എൻ്റെ പഠനത്തെ, എൻ്റെ വളർച്ചയെ എന്തുമാത്രം സ്വാധീനിക്കും, സഹായിക്കും, എന്തുമാത്രം എന്നെ അതിനുവേണ്ടി ഒരുക്കും എന്ന് ആ കുഞ്ഞ് ഇരുന്ന് നന്നായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വെച്ച് തൻ്റെ ആ സമയത്തെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകില്ല. ഇന്ന് പഠനം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, വിശുദ്ധി നഷ്ടപ്പെട്ട് ആകപ്പാടെ ആത്മഹത്യയുടെ വക്കിലും നിൽക്കുന്ന മക്കൾ അച്ഛൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഒരു തോന്നൽ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തോന്നലുകളെ നന്നായിട്ട് പരിശോധിക്കണം. തോന്നലുകൾക്കനുസരിച്ച് ജീവിതത്തിൽ തീരുമാനമെടുത്ത് അത് പ്രവർത്തിച്ചാൽ അത് നമ്മെ പലപ്പോഴും നാശത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കും എന്നുള്ള വലിയ ഒരു സത്യം ഈ തിരുവചന ഭാഗത്തിലൂടെ തൻ്റെ മക്കളായി നമുക്ക് കർത്താവായ ദൈവം തരികയാണ്. ഉദാഹരണം പറയാം, വിവാഹമോചനത്തിൻ്റെ പല പല കാരണങ്ങളും ചിലപ്പോൾ പിശാച് തോന്നിപ്പിച്ചേക്കാം. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാകുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ദൈവം പറയുന്നുണ്ട്. അതിന് എതിരെ പല പല തോന്നലുകൾ, അതിന് പല പല കാരണങ്ങൾ. ഒരു കാര്യം നോക്കിക്കോട്ടോ, നമ്മുടെ മനസ്സിലേക്കൊരു തോന്നൽ വരുമ്പോൾ ആ തോന്നലിനനുസരിച്ച് പല പല കാരണങ്ങളും കാര്യങ്ങളും സാത്താൻ കൊണ്ടുവരും. അതുമാത്രമല്ല, അതിനോട് ചേർന്ന് പോകുന്ന സാത്താൻ്റെ ചില ബന്ധങ്ങളും, കൂട്ടുകാർ, നാട്ടുകാർ, ചിലപ്പോൾ ചില കൗൺസിലേഴ്സ് പോലും പറയും, പൊക്കോ ഡൈവോഴ്സിന്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ നിർബന്ധിച്ചാലും ദൈവം പറഞ്ഞ വചനം വിട്ടിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. അങ്ങനെ തകർന്നു പോയ അനേകം കുടുംബജീവിതങ്ങളെ അച്ഛനറിയാം, ദാമ്പത്യ ജീവിതങ്ങളെ അച്ഛനറിയാം. അതിനുശേഷം ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് വേണ്ടായിരുന്നു മക്കളെ ഓർത്തെങ്കിലും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് കരയണ അനേകം മക്കളെ അച്ഛനറിയാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന സാത്താൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തോന്നലുകളെ എപ്പോഴും നമ്മൾ നന്നായിട്ട് പരിശോധിക്കണം. ഒരിക്കൽ പോലും തോന്നലുകളുടെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ ജഡത്തിലായിരിക്കുമ്പോൾ പല പല തോന്നലുകൾ നമ്മിലേക്ക് വരും. കാരണം മറ്റൊന്നുമല്ല, ജഡത്തിൻ്റെ മേൽ പിശാചിന് ഒരു അധികാരമുണ്ട്. ലോകത്തിൻ്റെ മേൽ പിശാചിന് ഒരു പ്രത്യേക അധികാരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ജഡത്തിലായിരിക്കുമ്പോൾ പല പല തോന്നലുകൾ വരും. ഇപ്പോൾ ഒരു ജഡിക പാപം ചെയ്യാനുള്ള തോന്നൽ വരാം, അല്ലെങ്കിൽ മദ്യപിക്കാനുള്ള തോന്നൽ വരാം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ പിന്നാലെ പോകാനുള്ള തോന്നൽ വരാം. ഈ തോന്നലുകൾ വരുമ്പോൾ ഞാൻ അറിയണം, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് സ്വയംഭോഗം ചെയ്യാനുള്ളതല്ല, ജഡികപാപം ചെയ്യാനുള്ളതല്ല. എന്ത് തോന്നൽ വന്നാലും ഞാൻ ആ തോന്നലിൻ്റെ പിന്നാലെ പോകാതിരിക്കണമെങ്കിൽ ഞാൻ ആരാണ്, എന്താണ് എന്ന് ദൈവം പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ശക്തമായ തീരുമാനമെടുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സാത്താന് നമ്മെ കീഴടക്കാനോ നശിപ്പിക്കാനോ തകർക്കാനോ കഴിയാത്ത വിധം നമ്മൾ ശക്തരായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരിക, ഇന്ന് ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും പരിശോധിക്കണം. ഇപ്പം നീ ഒരു ബിസിനസ് നടത്താൻ തോന്നുക. പല മക്കളും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദേശത്ത് ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു മകൻ പറയായിരുന്നു, നല്ലപോലെ ജോലി പോയതാ, നല്ലപോലെ ജോലി ചെയ്തു പോയതാ, എല്ലാവർക്കും സമാധാനം, വലിയ അല്ലലില്ല. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നു, കുടുംബ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ മക്കളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നു. അങ്ങനെ പോയതാ. ആ സമയത്ത് ഒരു തോന്നൽ, ചില കൂട്ടുകാർ ഇങ്ങനെ വന്ന് പറഞ്ഞു, എനിക്ക് തോന്നി. അങ്ങനെ ആ തോന്നലിനനുസരിച്ച് ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി, ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. ആ തോന്നലിനനുസരിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമോ, എൻ്റെ അച്ഛാ, ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചില്ല, ദൈവത്തോട് ചോദിച്ചില്ല, എൻ്റെ കുടുംബത്തോട് പോലും ആലോചിച്ചില്ല, എനിക്കങ്ങനെ തോന്നി, ഞാനതിൻ്റെ പിന്നാലെ പോയി. ഇന്ന് ബിസിനസ് ആകെപ്പാടെ പൊളിഞ്ഞു, കടബാധ്യതയേറി, ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത വിധം ട്രാവൽ ബാൻ ആയിട്ട് ഞാൻ ആകെപ്പാടെ കഷ്ടപ്പാടാണ്. എൻ്റെ അച്ഛാ, ഞാൻ അധികം താമസിയാതെ ഈ അവസ്ഥയിൽ പോയാൽ ജയിലിൽ പോകും. എന്തിനാ ഇങ്ങനെ ചെയ്തേ? ആ ഒരു തോന്നലിനെ ഓർത്ത് ഇന്ന് ആ മനുഷ്യനും ഭാര്യയും ചങ്കുപൊട്ടിക്കരയുമ്പോൾ
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തോന്നലുകളെ നമ്മൾ ഒരിക്കലും ആ തോന്നലിനനുസരിച്ച് അതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ പാടില്ലെന്ന വലിയ സത്യം കർത്താവ് നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും മനസ്സിലാക്കുക, ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ജഡത്തിലായിരിക്കുമ്പോൾ സാത്താൻ നമ്മെ പല പല തോന്നലുകൾ കൊണ്ട് അവൻ നമ്മെ പ്രേരിപ്പിക്കും, നമ്മെ തോന്നിപ്പിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഈ ലോകസുഖത്തിൻ്റെ പിന്നാലെ പോകാനുള്ളവരല്ല, നമ്മൾ ഈ ജഡിക സുഖത്തിൻ്റെ പിന്നാലെ പോകാനുള്ളവരല്ല. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ട്. നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട മക്കളാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ഈ സത്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഓരോരോ തോന്നലുകളെയും ഇരുന്ന് പഠിച്ച് ആ തോന്നലുകൾ ദൈവത്തിൻ്റെതാണോ ദൈവികമാണോ എന്ന് പരിശോധിച്ച്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശക്തമായ വ്യക്തമായ കാര്യകാരണ സഹിതം വചനത്തിൻ്റെ പിൻബലത്തിൽ, വചനത്തിൻ്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് ശക്തമായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, ഇല്ലേ ഇങ്ങനെ പല അനുഭവങ്ങളും, ചില തെറ്റായ തീരുമാനങ്ങൾ, ഇതൊക്കെ തോന്നലിൽ നിന്നാണ് വരുന്നത്. തോന്നലുകൾ ഇത് ഭയങ്കര ഒരു ശരിക്കും ധ്യാനിക്കേണ്ട വിഷയം മക്കളെ. കാരണം അച്ഛനും നമ്മളുൾപ്പെടെ ചില തോന്നലുകൾക്ക് പിന്നാലെ പോയിട്ട് എല്ലാം തകർന്നു പോയ അവസ്ഥകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, ഇന്ന് നമുക്കൊരു വലിയൊരു പ്രാർത്ഥിക്കാൻ സാധിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടാത്ത തോന്നലുകൾ കടന്നു വരാതിരിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പലപ്പോഴും ഇത് ദൈവികമാണോ പൈശാചികമാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധ കൺഫ്യൂഷൻ വരാം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ശാന്തമാവുക, ഈ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുക, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുക. വളരെ ശാന്തതയിൽ എൻ്റെ ഈശോയെ, എൻ്റെ ആ യൗസപിതാവിനെ പോലെ അദ്ദേഹം കിടന്ന് ഉറങ്ങുക, ഉറക്കത്തിലാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശാന്തതയിൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയം, അതുപോലത്തെ സമയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്കൊക്കെ പല തോന്നലുകളും ഉണ്ടാകാം. ഇപ്പോൾ ഒരു വിധത്തിൽ വിട്ടു പോകണമെന്നോ, അല്ലെങ്കിൽ ഈ പഠിക്കണ സമയത്ത് ലൈൻ അടിക്കണമെന്നോ, മൊബൈൽ വാങ്ങണമെന്നോ, അല്ലെങ്കിൽ കൂട്ടുകൂടണമെന്നോ, കഞ്ചാവ് അടിക്കണമെന്നോ, മദ്യപിക്കണമെന്നോ, അവിഹിത ബന്ധം പുലർത്തണമെന്നോ, പല പല തോന്നലുകൾ നമുക്കൊക്കെ ഉണ്ടാകും. തോന്നലില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവത്തില്ല. ആ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, ഒരു തോന്നൽ വന്നു, ചാടിക്കേറി അതിൻ്റെ പിന്നാലെ പോകാതെ ആ തോന്നലുകൾക്കനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അമ്പുരാനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ പറ. ഒരു കാര്യം ഓർത്തോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അവൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിലൊക്കെ കർത്താവ് അതിശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കാം. ഇനി ഇല്ലെങ്കിലും കഴിഞ്ഞകാല ജീവിതത്തെയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഇന്ന് മുതൽ നല്ലൊരു തീരുമാനമെടുക്കാം. എൻ്റെ തോന്നലുകൾക്കനുസരിച്ച് ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഒന്നിനെ പിന്നാലെ പോകത്തില്ല. എൻ്റെ തോന്നലുകളെ യൗസപിതാവിനെ പോലെ ദൈവതൃക്കാരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് വചനത്തിൻ്റെ പിൻബലത്തിൽ മാത്രമല്ല, പുണ്യവാന്മാർ ജീവിച്ചത് എങ്ങനെയാണെന്ന് കൂടി പരിശോധിക്കണം. നമുക്ക് മുമ്പേ ഈ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അനേക പുണ്യാത്മാക്കളുണ്ടെന്നേ. ആ പുണ്യാത്മാക്കളുമായിട്ട് അവരുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കണം. അവരങ്ങനെ ജീവിച്ചിട്ടുണ്ടോ, അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ, അവരങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ലാതെ എൻ്റെ തോന്നൽ എങ്ങനെയാണ് വരുന്നത്? ലോകത്തെ കണ്ടിട്ട്, കൂട്ടുകാരെ കണ്ടിട്ട്, നാട്ടുകാരെ കണ്ടിട്ട്, ജഡത്തിൻ്റെ ഒരു വികാരത്തിൽ നിന്നൊക്കെ നമ്മുടെ തോന്നലുകൾ പലപ്പോഴും വരുന്നത്. കാരണം അതിൽ സാത്താന് സാന്നിധ്യമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആരെന്ന് മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയുക, നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട മക്കളാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സാത്താൻ ഇത് ശരിക്കും കണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈശോ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് യൂദാസിലേക്ക് സാത്താൻ കയറുന്ന ഓർക്കണം. രാജാവായ ദാവീദ് അത്രമാത്രമല്ല അഭിഷിക്തനാന്ന് ഓർക്കണം. അവനെക്കൊണ്ടും ഈ പ്രവൃത്തി സാത്താൻ പ്രവർത്തിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഏതെങ്കിലും പ്രവൃത്തികൾ, ഏതെങ്കിലും തീരുമാനങ്ങൾ നമ്മുടെ തോന്നലിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് ഇതെല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ബലപ്പെടുത്താം. തോന്നലുകൾക്കനുസരിച്ച് പോയ യൂദാസ് നശിച്ചുപോയി. തോന്നലുകൾക്കനുസരിച്ച്, പ്രേരണയ്ക്കനുസരിച്ച്
ജീവിതത്തെ സമർപ്പിച്ച് ജനസംഖ്യ എടുത്ത ആ ദാവീദിൻ്റെ രാജ്യത്തിൽ കണ്ട 70,000 പേര്, 1, 2, 3, 1000, 2000 ഒന്നുമില്ല, 70,000 പേര് കൊല്ലപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാതിരിക്കട്ടെ. എന്നാൽ തോന്നലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച യോസേപ്പിതാവിൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച് യോസേപ്പിതാവിലൂടെ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്ത് ദൈവമായ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ, കൃപകൾ വർഷിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഞങ്ങളുടെ ജഡത്തിൻ്റെ ആസക്തികളും ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ച്, സാത്താൻ്റെ തോന്നലുകൾക്കനുസരിച്ച്, അവൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരല്ല ഞങ്ങൾ അങ്ങയോട് ആലോചന ചോദിക്കണം, അങ്ങയുടെ മനസ്സറിയണം, അങ്ങയുടെ വചനം ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ തീരുമാനങ്ങൾ അങ്ങയിൽ ആയിരിക്കണം, അങ്ങയുടെ വചനത്തിലായിരിക്കണം. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ തീരുമാനങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവെ, അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ തോന്നലുകളെ അങ്ങ് നിയന്ത്രിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ, വേണ്ടാത്ത തോന്നലുകൾ കടന്നു വരാതിരിക്കട്ടെ. വേണ്ടാത്ത തോന്നലുകൾ കടന്നു വന്നാൽ അതിനെ വിവേചിച്ചറിയാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.